നമസ്കാരം. വഖഫ് സമരം നടക്കുന്ന മുനമ്പത്ത് വലിയ രീതിയിൽ തന്നെ ഒരു കുടിവെള്ള പ്രശ്നം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മുനമ്പത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് തന്നെ ചോദിക്കാം, എന്താണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? കുഞ്ഞു വന്നവര്. ചേട്ടാ, ഇപ്പോൾ ഈ മുനമ്പത്ത് എന്താണ് ഈ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണ്? അത് തന്നെയാണ് ഞങ്ങളുടെയും സംശയം. ഈ വഖഫിന്റെ ഈ സമരം അന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ വാർഡിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചൊക്കെയാണ്. കാരണം എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു മനുഷ്യന് ആവശ്യം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ്. ആ കുടിവെള്ളമാണ് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചേക്കണത്. ആ കുടിവെള്ളം മുട്ടിക്കുന്നതിലൂടെ ഈ ഇവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണോ എന്നുള്ളതിന്റെ ഒരു സംശയം ഞങ്ങൾക്കുണ്ട്. അപ്പൊ അത് ഇതിന്റെ കൂടെ നമ്മൾ പഞ്ചായത്തും ഇതിന്റെ കൂടെ കൂടിയേക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. കാരണം കുടിവെള്ളമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം. അതുകൊണ്ടൊന്ന് മുട്ടിച്ചേക്കണം ഇവിടെ. ഇപ്പൊ ഈ വക്ക വിഷയം തുടങ്ങിയതിന് മുതലാണ് ഈ വിഷയം ഇവിടെ ഉണ്ടായേക്കണത്. ഇതിന്റെ മുന്നെങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയായിരുന്നു ഇതിന് മുന്നേ ഇങ്ങനെ ഇതേപോലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുടിവെള്ളം അത്യാവശ്യം എല്ലാവർക്കും കയറി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വിഷയം വക്ക വിഷയം തുടങ്ങിയതിന്റെ പേരിൽ പിന്നെ ഇങ്ങാട് ഈ പൂർണ്ണമായിട്ടും ഈ വാർഡിനെ ഈ തള്ളിക്കളഞ്ഞേക്കാണ് ഈ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ. ഇത് അവിടെ ചെന്നിട്ട് പഞ്ചായത്തിൽ പോയിട്ട് വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അവരെന്താ പറയുന്നത്? പഞ്ചായത്ത് പറയണെന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം വിടുന്നുണ്ട്, അവിടെ എത്താത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതിന്ന് ഉത്തരവാദിത്വം ഒന്നുമില്ല, ജനങ്ങളെ അനുഭവിച്ചോന്നാണ് പറയണത്. അവർ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോരം ആളുകളെ ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യണത്. പക്ഷെ ഇവര് ഇത് കണ്ട ഭാവം തന്നെ നടിക്കുന്നില്ല. അതെന്താണ് ഇതിൽ നടക്കുന്നുള്ള ഈ കള്ളക്കളികൾ എന്നുള്ളത് ഞങ്ങൾ ഇപ്പൊ സംശയിച്ചുകൊണ്ടിരിക്കണ നാട്ടുകാർ. നമസ്കാരം. പേരെന്തായിരുന്നു? എന്റെ പേര് ആന്റപ്പൻ. ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് നിങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് ഇനി ഒരു പ്രതിഷേധമോ സമരമോ ഒന്നും നടത്താനുള്ള തീരുമാനം എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് തീരുമാനമുണ്ട്. കാര്യം എന്താ വെച്ചാലേ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 4 ദിവസം വെള്ളം വിട്ടിട്ടുണ്ടവര്. അന്ന് ഈ പൈപ്പിൽ ശുദ്ധമായ വെള്ളം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് ചുരുങ്ങി ഒട്ടും ഇല്ലാണ്ടായി. വെള്ളം ഇല്ലാണ്ടായി. ലാസ്റ്റ് പിന്നെ വെള്ളം ഓരോ വീട്ടുകാരും ആവശ്യത്തിനൊക്കെ ഇങ്ങനെ കാശ് കൊടുത്ത് അടിക്കുകയാണ്. അതും കിട്ടാൻ നിവൃത്തിയില്ലാണ്ടായി. അവര് പറഞ്ഞ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളം അടിക്കുന്നത്. ഈ വിവരം പഞ്ചായത്തിലെ മെമ്പറോട് ഞങ്ങൾ ചെന്ന് പറയണത്, പഞ്ചായത്തുകാരെന്ത് ചെയ്യാനാണ്, പഞ്ചായത്തിന് ഫണ്ടില്ല, അത് വെള്ളമെടുത്ത് ഒപ്പിച്ചിട്ട് വേണം ഇനി വെള്ളം അടിക്കണമെങ്കിൽ എന്ന് പറയും. പക്ഷെ ഈ പൈപ്പിൽ കൂടി വെള്ളം വിടാത്ത കാര്യം എന്താണെന്നുള്ളത് അവർ പറയുന്നില്ല. പൈപ്പിൽ കൂടി വെള്ളം വിടുന്നത് ഇവിടുത്തെ റിസോർട്ടുകാർ മുഴുവൻ അടിച്ചെടുക്കുകയാണ്. 50,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന റിസോർട്ട് വരെയുണ്ട് ഇവിടെ. 50,000 ലിറ്റർ എന്ന സ്ഥാനത്ത് ഒരു വീട്ടില് ഒരു തുള്ളി വെള്ളം കിട്ടാൻ നിവൃത്തിയില്ല. ഈ റിസോർട്ട് മാഫിയൊക്കെ വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. മനസ്സിലായ? ഈ റിസോർട്ട് മാഫിയക്ക് വേണ്ടിയാണ് ഈ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്, അല്ലാണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ച് വോട്ടും മേടിച്ച് അങ്ങോട്ട് പോയി കസേരം ഇരുന്നിട്ട് ഉള്ള കളിയാണ് അവിടെ നടക്കണ കളി. മനസ്സിലായ? ഞങ്ങൾ കണ്ടും മടുത്ത്. ഇനി അടുത്ത ദിവസം ഞങ്ങൾ അങ്ങോട്ട് പഞ്ചായത്തിലോട്ട് വരാൻ പോയാണ്. അവിടെ നിന്ന് എന്താണ് പറയാൻ പോകുന്നത് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഞങ്ങൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. കൊച്ചു കുട്ടികൾക്കൊന്നും കുളിക്കാൻ വെള്ളമില്ല. ഈ സ്കൂളിൽ പോണ പിള്ളേര് കിടന്നിട്ട് കഷ്ടപ്പെടുകയാണ്. ഈ വയസ്സായിരിക്കുന്നവരൊക്കെ ഇത്തിരി വെള്ളം കിട്ടാൻ നിവൃത്തിയില്ലാണ്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചുമന്നു കൊണ്ടുവരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കിഴക്കരന്നും കൂടി ഒരു തുള്ളി വെള്ളം ഇവിടെ വരുമ്പോ കാലത്തേന് വരുമ്പോ ഒരു തുള്ളി ഊറ്റിക്കൊണ്ട് പോകും. അതും ഞങ്ങൾക്ക് കിട്ടാൻ നിവൃത്തിയില്ല. ഇപ്പോ MLA മുന്നിലോ അങ്ങനെ എന്തെങ്കിലും അപേക്ഷ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് കണ്ട് വിഷയം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു? MLA ഞങ്ങള് വിവരങ്ങൾ പറയാറുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്ക് വെള്ളം കിട്ടണില്ല, പിടിക്കണില്ല എന്ന് പറയും. അങ്ങനെ ഒരു മറുപടി നിങ്ങോട് പറയുന്നില്ല. ഇങ്ങോട്ട് എത്തിച്ചു നോക്കിയെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ MLA ഇവിടുന്ന് ജയിച്ചു പോയി. പിന്നീട് ഈ നാട്ടിൽ കണ്ടിട്ടില്ല. ഈ ആ വേളാങ്കണ്ണിപ്പള്ളിയിൽ 1-2 തവണ നേരത്തെ വന്നുകൊണ്ട് പോയി. ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പോയി. പിന്നെ ഞങ്ങൾക്കെതിരായിട്ട് അവിടെ കൈ വെക്കണമല്ലാണ്ട് ഇവിടെ ഇത്തിരി വെള്ളം കിട്ടുന്ന കാര്യത്തിന് അവര് കൈ വെക്കണില്ല. അതങ്ങനെയാണ് നടക്കുന്നത്. മുനമ്പം സമരത്തിന് ശേഷമാണ് ഇത്ര രൂക്ഷമായത്. അത് ഞാൻ പറഞ്ഞല്ലേ, കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 3-4 ദിവസം അവര് ശരിക്കും വെള്ളം അടിച്ച്. അന്ന് ഇവിടെ സമൃദ്ധമായിട്ട് വെള്ളം എല്ലാവർക്കും കിട്ടി. പിന്നീട് ഇങ്ങനെ കുറഞ്ഞു പോയിട്ട് പിന്നെ ഒട്ടുമില്ലാണ്ടായി. ഇതാണ് സംഭവവാസം. ചേച്ചി, എന്താണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് മൊത്തത്തിലൊരു അവസ്ഥ എന്താണ്? ഞങ്ങൾക്ക് ഇപ്പൊ കുറെ കാലമായിട്ട് വെള്ളമില്ല. ഞങ്ങൾ പാട്ടപ്പുറത്തിലൊക്കെ പോയി സമരം എടുത്ത ആൾക്കാരാണ്. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന മറുപടി നാളെ വിടാം. എന്നിട്ട് ഞങ്ങൾ 2-3 മണിക്കൂർ അവിടെ ഇരുന്നു. അവസാനം അവര് പോലീസുകാരെയൊക്കെ വിളിച്ച് വാട്ടർകാർ പേടിച്ചിട്ട് ഞങ്ങൾ ഇനി അവരെ വല്ല ആക്രമിക്കോ എന്നുവെച്ചാൽ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം കൊണ്ട് രൂക്ഷമായിട്ട് തന്നെ സംസാരിച്ചു ഓരോരുത്തർ.
പിന്നെ അവിടുന്ന് പോന്നിട്ട് 2 ദിവസം ഞങ്ങൾക്ക് വെള്ളം വിട്ടു. പിന്നെ ഞങ്ങൾക്ക് വെള്ളവും ഇല്ല. ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ല, ഇത് ഒരുപാട് കാലമായി ഇങ്ങനെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഭൂമിയിൽ നിന്ന് കൂടി നല്ല വെള്ളം കിട്ടണില്ല. ഇത് ഇപ്പോ ഈ എത്ര കുടുംബങ്ങൾ ഉണ്ടാവും മൊത്തത്തിലൂടെ? ഇവിടെ ഇപ്പൊ മൊത്തം ഈ കാണുന്ന കുടുംബങ്ങൾ മൊത്തം ഈ പറയുന്ന ഈ 100-500 കുടുംബങ്ങൾ എന്തായാലും ഉണ്ടാവും. 500 കുടുംബം ഇപ്പൊ അറ്റപ്പറ്റ ഉണ്ട്. എല്ലായിടത്തും കൂടി കൂട്ടിയാണെങ്കിൽ കടപ്പുറ ഇപ്പൊ ഈ അറ്റം വരെ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിഷമിക്കേണ്ട വെള്ളമില്ലാതെ. ഞങ്ങൾക്കാണെങ്കിൽ പേരെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ദിവസവും വെള്ളം കാശ് കൊടുത്ത് അടിപ്പിക്കാൻ പറ്റും. എന്നിട്ടും 2000 ലിറ്റർ വെള്ളമൊക്കെ ഞങ്ങൾ അടിപ്പിക്കും. അത് തീരുമ്പോ പിന്നെയും ഈ ചീഞ്ഞ പുഴുത്ത വെള്ളമൊക്കെയാണ് ഞങ്ങൾ ഇപ്പോഴും കുളിച്ചിട്ടുണ്ടോ നിൽക്കണ ഒരു ഭയങ്കര മണമുള്ള ഒരു വെള്ളവും. ഇപ്പൊ ഇത് എത്ര ദിവസം കൂടുന്ന സമയത്താണ് വെള്ളം ഒരുപാട് ദിവസമായി വെള്ളം വന്നിട്ട്. ഏകദേശം എത്ര? ഏകദേശം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1 മാസമായി വേളാങ്കണ്ണി പള്ളിയുടെ അവിടെ പോയി ഇത്തിരി വെള്ളം കുടിക്കാൻ എടുത്തുകൊണ്ട് വന്നത്. ബുദ്ധിമുട്ടാണല്ലേ? പിന്നെ വേണമെങ്കിൽ വന്ന് ഞങ്ങളുടെ ടാങ്കിയൊക്കെ പരിശോധിച്ചോ, വെറുതെ ഉണങ്ങി കിടക്കുന്നു. ഈ നിലവിൽ ഇവിടുത്തെ വാർഡിന്റെ മെമ്പറോട് സംസാരിക്കുന്ന സമയത്ത് അവരെന്താ പറയുന്നത്? വാർഡ് മെമ്പർ എന്ത് പറയണത്, പഞ്ചായത്തുകാർക്ക് കാശില്ല വെള്ളം അടിക്കാന്നാ പറയണത്. ഇനി പണ്ട് കണ്ടു കിട്ടിയിട്ട് വേണം പൈപ്പൊക്കെ നന്നാക്കണമെങ്കിൽ. പഞ്ചായത്തുകാർ പറയണ വാക്കാതാണ്. പണ്ട് ഇനി കണ്ടു എടുത്തിട്ട് വേണമെന്ന്. അത് കാരണം ഇപ്പൊ പഞ്ചായത്തുകാർ പ്രശ്നമാണ്. പേര് ഷേർലി. ചേച്ചി, ഇത് ഒരുപാട് നാളുകളായിട്ട് ഈ കുടിവെള്ള പ്രശ്നം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ നിലവിൽ ഇതിന്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ എന്താണ് പഞ്ചായത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ്? ഞങ്ങൾക്ക് പഴയതുപോലെ വെള്ളം കിട്ടണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. 2 മാസം കൂടുമ്പോ ബില്ല് എഴുതി പോണ്ട്, വെള്ളമില്ല. ഈ ഇതിന്റെ വെള്ളത്തിന്റെ ബില്ല് കൃത്യമായിട്ടൊന്നും എടുക്കും? പിന്നെ എല്ലാ മാസവും വന്ന് ഈ ബില്ല് എഴുതി പോണ്ട്. മിനിമം ചാർജ് അവർ ഇട്ടായിട്ടുണ്ടും പോണ്ട്. ഞങ്ങൾക്ക് വെള്ളമൊന്നുമില്ല. അവരോട് പറയുന്ന സമയത്ത് ഈ ബില്ല് എഴുതാൻ വരുന്ന ആളെന്താ പറയുന്നത്? ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന്. അതാണ് മറുപടി. ഇപ്പൊ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ഇവിടെ വെള്ളം വന്നിരുന്നത്? ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇത് എത്ര കാലായി? ഒരു വർഷത്തിനോട് അടുക്കായി. അത്രേ ഉള്ളൂ. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിലവിൽ ഇങ്ങനെ ഒരു മുനമ്പം സമരം പോലെയുള്ള വലിയ വിഷയങ്ങളൊക്കെ നടക്കുക. ഞങ്ങളുടെ ഈ ഏരിയ മാത്രമല്ല വെള്ളമില്ലാത്തത്, ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ വെള്ളം. അതെന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും അല്ലെ? ആയിരിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? എൻ്റെ ഒരു ബാബു. ചേട്ടാ, ഇപ്പോൾ ഈ ഒരു കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനായിട്ട് ഈ പള്ളിപ്പുറം പഞ്ചായത്തിന് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കാണുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അവരെ കാണുന്നില്ല, കാണാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പല ആളുകളും ഇതിനു വേണ്ടി അവരോട് പറയുന്നുണ്ട്. പറയാനല്ലേ എല്ലാവർക്കും പറ്റുള്ളൂ. എല്ലാവർക്കും ഭയങ്കര അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. കുടിവെള്ളം എന്ന് പറഞ്ഞൊരു പ്രധാന കാര്യമാണല്ലോ. അതില്ലാണ്ട് വരുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ 1 വർഷമായിട്ട് ഇത് അനുഭവിച്ചു വരും. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് തീരെ വെള്ളമില്ല. വെള്ളം ഉണ്ടായിരുന്നതാണ്, അത് കുറഞ്ഞ് ഇപ്പൊ ഒട്ടും വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്കായി. ഞങ്ങൾക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കി തന്നെ ഒന്നാണ് അധികൃതരോട് ഞങ്ങൾക്ക് പറയാറുള്ളത്. ഇതിനൊരു റീസൺ എന്താ അവർ പറയുന്നത്? നമ്മൾ യഥാർത്ഥ ഒരു പ്രശ്നം അവർ പറയുമല്ലോ, വെള്ളം വരാത്തതിന്റെ ഒരു കാരണം. ഇപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും രവീന്ദ്രപാലം വരെയും ആ ജംഗ്ഷൻ വരെയും വെള്ളം വന്നുണ്ട് ഒരു വിധം. അവിടെ നിന്ന് ഇങ്ങാട് എന്തോ ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ആ ഭാഗം കഴിഞ്ഞ് ഇങ്ങാടാണ് വെള്ളമില്ലാത്തതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി അവരിടയിൽ കൂടി അപ്പൊ ഇത് ശരിക്കും പൈപ്പ് ലൈൻ പടിഞ്ഞാറ് വഴി കൂടെയാണ് ഉള്ളത്, ബീച്ച് റോട്ടിൽ കൂടെ ഉള്ളത്. അപ്പൊ അത് ഇടയിൽ കൂടി വലിക്കാന്നൊക്കെ പറയണ്ടെന്ന് ഇങ്ങനെ പല ആളും പറയുന്നുണ്ട്. അപ്പൊ അത് നേരിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പല ആളും ചോദിക്കുമ്പോൾ അങ്ങനെ അറിയണത്. അപ്പൊ അതൊരു നല്ലൊരു പരിഹാരമാണ്. കാരണം ആ പൈപ്പ് എവിടെ നിന്നാണ് ബ്ലോക്കുള്ളത്, വെള്ളം കിട്ടാത്തതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നേരെ ഉള്ളിൽ കൂടി വലിച്ച് എല്ലാവർക്കും ഇവിടുത്തെ ആവശ്യക്കാർക്കാനുള്ള വെള്ളം വേണ്ട. അല്ലെ കടപ്പുറത്തോട് ലൈൻ പോയിട്ട് മാത്രം കാര്യമില്ല. അപ്പൊ ഉള്ളിൽ കൂടി വന്നിട്ട് എല്ലാവർക്കും വെള്ളം കിട്ടാവുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഈ അധികൃതരോട് പഞ്ചായത്തിനോടൊക്കെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 1 വർഷത്തിനിടയിലാണ് ഇതുപോലെ രൂക്ഷമായത് ഈ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇതിന് മുൻകാലങ്ങളിൽ ഒരു പ്രശ്നം ഇത്രയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ എല്ലാ ജനങ്ങളും പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു വലിയ സമരകാര്യങ്ങൾ ഇവിടെ നടന്നല്ലോ, ഈ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ലക്ഷ്യം ഇവിടുത്തെ അധികാരികൾക്ക് ഉണ്ടാവുമെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? മരം ഒരു വശം അത് ജനങ്ങളുടെ ആവശ്യമാണ്. അവരുടേതായ അവർ നേരത്തെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അവിടെ സമരം ചെയ്യലെന്ന് വെച്ചാൽ അവരുടെ മുതൽ പിടിച്ചെടുക്കാൻ പോയപ്പോൾ അവർ സമരം ചെയ്യണ്. അതിന്റെ പേരിൽ ഇപ്പൊ ആ മൊത്തം ജനങ്ങൾ ഇപ്പൊ അതിനകത്ത് പെടാത്ത കുറച്ച് സ്ഥലങ്ങളും കൊണ്ടുകൂടാ. അവരെല്ലാരെയും കൂടി ഇങ്ങനെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതെന്തോ ഇങ്ങനെ ബ്ലോക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ 2 നില മുകളിൽ വരെയും വെള്ളം കയറുന്നതാണ്, വെറുതെ ലൈനിൽ കൂടി കയറുന്നതാണ്. ഇപ്പൊ ഒരു തുള്ളി വെള്ളം ഞങ്ങളുടെ അടിയിൽ ടാങ്കി കെട്ടിയിട്ട് വരെയും ഇടക്ക് വല്ലപ്പോഴൊക്കെ ഒരു ഇത്തിരിക്കോളം വെള്ളം വീണ്, അല്ലാണ്ട് വെള്ളം ഉണ്ടാവാനില്ല. ഇത് ഇത്രയും ഡിലേ ആവാനുള്ള കാരണം എന്താ അവർ പറയുന്നത്? കാരണം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് സംഭവം.
ഇവിടെ ഈ ജംഗ്ഷൻ പിടിച്ച് ഇങ്ങാട് അതായത് ആ രവീന്ദ്രപാലം ഉണ്ടല്ലോ, അവിടെ നിന്ന് അപ്പുറത്തോട്ടൊക്കെ വെള്ളം ഉണ്ടെന്നാണ് ചോദിക്കുന്ന ആളുകളൊക്കെ പറയണത്. അവിടെ നിന്ന് ഇങ്ങാടാണ് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തോ ബ്ലോക്ക് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നോക്കിയിട്ട് അവർ പരിഹരിക്കുമെന്ന് പറയണത്. അത് പരിഹരിക്കണോ, എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ള ഞങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടണില്ല. ഇപ്പൊ പൈസ കൊടുത്ത് അടിപ്പിക്കാൻ പറ്റിയ ആൾക്കാരും ഞങ്ങളുടെ ഇവിടെ സ്ഥിരമായിട്ടില്ല. ഇനി കിട്ടാണ്ട് വരുമ്പോൾ ആളുകൾ സഹിയില്ലാണ്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് അടിക്കും. അതെപ്പോഴും നടക്കുകയില്ല. അത് നല്ല വെള്ളം കിട്ടണമില്ല. ഈ പൈസ കൊടുത്ത് നമ്മൾ അടിപ്പിക്കുമ്പോൾ പലപ്പോഴും അവർ വില തോട്ടിന്നാ കുളത്തിന്നാ എവിടെ നിന്നെങ്കിലുമൊക്കെയാണ് കൊണ്ടുവന്നത്. ശുദ്ധമായ വെള്ളമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.